ശ്രീനാരായണ ഗുരുദേവന്റെ 159ാമത് ജയന്തി ശ്രീനാരായണീയർ ആഘോഷിച്ചു. SNDP ശാഖകൾ, യൂത്ത് മൂവ്മെന്റ്, വനിതാ സംഘം, ബാലസംഘം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഘോഷയാത്രകൾ സംഘടിപ്പിച്ചു. SNDPയുടെ പുളിവിള ശാഖ പത്തനാപുരം, മഞ്ചള്ളൂർ, പുന്നല, പിറവന്തൂർ കിഴക്ക്, പിറവന്തൂർ, മഹാദേവർമൺ, പടയണിപ്പാറ, കറവൂർ, പട്ടാഴി താഴത്തുവടക്ക്, ചെളിക്കുഴി പടിഞ്ഞാറ്, മീനം വടക്ക്, എലിക്കാട്ടൂർ എന്നീ ശാഖകളുടെ ആഭിമുഖ്യത്തിൽ ഘോഷയാത്രകൾ സംഘടിപ്പിച്ചു. അഞ്ചൽ അർപ്പിത ആശ്രയ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ റവറന്റ് ഫാദർ തോമസ് കുമ്പക്കാട് കോർ എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. അവർ ഈ ലോകത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെ പറ്റി ചിന്തിക്കുകയും അതെത്രമാത്രം നാം പ്രാവർത്തികമാക്കുന്നു, അതിൽ നിന്നും എന്തുമാത്രം അകന്നിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള യോഗങ്ങൾ, പ്രിയമുള്ളവരെ, അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒന്നാകുന്നു. രാഷ്ട്രീയ നേതാക്കന്മാര്, നിസ്വാർത്ഥരായിട്ടുള്ള നേതാക്കന്മാർ ഈ ലോകത്തിൽ ധാരാളമായി ഉണ്ടായിരുന്നു. ഒരു പ്രശ്നം ഈ ലോകത്തിൽ ഉണ്ടായാൽ എല്ലാവർക്കും അറിയാം എങ്ങോട്ടാണ് നോക്കേണ്ടത്. ശ്രീനാരായണ ഗുരുദേവനിലേക്ക് നോക്കാം. അദ്ദേഹം തക്കതായിട്ടുള്ള ഉപദേശം നമുക്ക് പറഞ്ഞു തരും. ആഘോഷ പരിപാടികളുടെ ഭാഗമായി സർവ്വമത സമ്മേളനം സംഘടിപ്പിച്ചു. ആശ്രയ കേന്ദ്രം പ്രസിഡന്റ് VY വർഗീസ് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് T സജീവൻ സ്വാഗതം പറഞ്ഞു. സമ്മേളനത്തിൽ MP ബഷീർ മൌലവി, SNDP പത്തനാപുരം താലൂക്ക് യൂണിയൻ മുൻ പ്രസിഡന്റ് അർച്ചന K രവീന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗം തോയിത്തല മോഹനൻ, ഏറം സന്തോഷ്, കൈപ്പള്ളിൽ ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി സമൂഹ പ്രാർത്ഥനയും നടന്നു. തെന്മലയിൽ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ ഘോഷയാത്രയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. തെന്മല ഗവൺമെന്റ് LP സംഘടനത്തിൽ നിന്ന് ആരംഭിച്ച വർണ്ണാഭമായ ഘോഷയാത്ര 40-ാം മൈൽ 20 ഏക്കർ വഴി ഒറ്റക്കൽ ശ്രീശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിലെത്തി തിരികെ ഗുരുമന്ദിരത്തിൽ സമാപിച്ചു. എല്ലാ ശ്രീനാരായണീയർക്കും ഗുരുദേവ ജയന്തി ആശംസ അറിയിക്കുന്നതായി ശാഖാ പ്രസിഡന്റ് A സുന്ദരേശൻ അറിയിച്ചു. ശാഖാ സെക്രട്ടറി G ശിവദാസൻ, യൂണിയൻ പ്രതിനിധി S ബലഭദ്രൻ, സൌദാമിനി അജയൻ, വിലാസിനി മോഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പത്തനാപുരം ഗാന്ധി ഭവനിൽ നടന്ന ഗുരുദേവ ജയന്തി ആഘോഷങ്ങൾ മാധ്യമ സാംസ്കാരിക പ്രവർത്തകൻ പ്രദീപ് ഗുരുകുലം ഉദ്ഘാടനം ചെയ്തു. വേദാന്തികൾ പറയുന്ന അണ്ടകടാഹമായി സർവസ്വത്തെയും പ്രപഞ്ചത്തിലെ മുഴുവൻ സർവസ്വത്തെയും അതിനപ്പുറമായുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെല്ലാം ചേർത്ത് വേദാന്തികൾ, വിജ്ഞാനികൾ, ദാർശനികന്മാർ പറയുന്നത് അണ്ടകടാഹം എന്നാണ്. ഇടത്വ ഉത്തമൻ അധ്യക്ഷനായി. സുകുമാരാനന്ദ സ്വാമി, പ്രദീപ് കുമാർ, പൂതങ്കര ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോസ് പത്തനാപുരം, അഞ്ചൽ, തെന്മല.